ഓണമൊക്കെ അല്ലേ ഗുയിസ്, ഒന്നൊരുങ്ങണ്ടേ? പുതിയ കോഴ്സും അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഏകദേശം 2 മാസത്തിന് മുകളിലായി ഞാൻ ഒന്ന് സ്പാ ചെയ്തിട്ട്. ആഫ്റ്റർ കെയറിന്റെ ഭാഗമായി എല്ലാ മാസവും സ്പാ ചെയ്യണം. ഓണത്തിന് ഗാനമേളയുണ്ടേ, അപ്പം ഗെറ്റപ്പ് ആവണ്ടേ. നേരെ ആശാന്റിയുടെ അടുത്തേക്ക് വന്നു. സ്പാ സ്കിപ്പ് ചെയ്തുകൊണ്ട് മിക്കവാറും 2 തല്ല് കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആദ്യമേ ഹെയർ വാഷ് ആണ്. ക്യാമറ ഓൺ ചെയ്തപ്പോഴേ ചേച്ചി പറഞ്ഞു ഞങ്ങളൊക്കെ ഇപ്പൊ വൈറലാക്കുന്നു. സഹജീവികളോട് സ്നേഹം വേണം, ഞാൻ നന്നാവുമ്പം എല്ലാവരും വൈറലാവണം. അങ്ങനെ ഹെയർ വാഷ് ഒക്കെ ചെയ്ത് നനഞ്ഞ കോഴിയായി. നനഞ്ഞില്ലെങ്കിലും അടുത്ത ചടങ്ങ് സ്പായുടെ ക്രീം തേക്കുക, മസാജ് ചെയ്യുക, അതൊക്കെയാണ്. മസാജ് ചെയ്യുമ്പോൾ ഒരു ഉറക്കം, അത് നിർബന്ധ. അപ്പൊ സ്പായുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്യാണ്. എന്തു തണുപ്പാന്നറിയാവോ, എന്ത് സുഖവാ, നല്ല അവിടെ കിടന്നങ്ങ് ഉറങ്ങാൻ തോന്നും. ആന്റി കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ത്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്റെ പരിപാടികൾ ഏകദേശം കഴിയാറായി. മുടിയൊന്ന് ഡ്രൈ ചെയ്യണം, പിന്നെ അയൺ ചെയ്തെടുക്കണം. തലയിൽ കുറച്ച് വെട്ടവും വെളിച്ചവും ചൂടും ഒക്കെ ചെല്ലുമ്പം ബുദ്ധിയെങ്ങാനും വന്നാലോ, അതിനുള്ള ഒരു ചാൻസ് നമ്മൾ വിട്ട് കളയരുത്. അങ്ങനെ ചേച്ചി മുടി അയൺ ചെയ്ത് തരികയാണ് ഗൈസ്. ആന്റി ബാക്കിൽ അടുത്ത കസ്റ്റമറെ ഡീൽ ചെയ്യാണ്. അപ്പം നമ്മുടെ അയണിങ് ഒക്കെ കഴിഞ്ഞു, സെറ്റായല്ലേ. ഫ്രണ്ടിൽ മുടി സ്ട്രെയിറ്റ് ആകുമ്പോൾ നമ്മുടെ ഫേസിന്റെ ഷേപ്പ് തന്നെ മാറുമല്ലേ. ഫ്രണ്ടിലത്തെ കുറച്ച് മുടിയുടെ ലെങ്ത് ഒന്ന് കുറച്ചിട്ടുണ്ട്, ഷോ കാണിക്കാൻ അല്ലാണ്ട് എന്ത്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പം ആൻറ്റിയും എൻ്റെ ഒപ്പം കൂടി. പക്ഷേ കസ്റ്റമർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി. ഇനി അടുത്ത ഒരു കുളി പാസ്സാക്കുന്നത് വരെ എൻ്റെ ഷോ ഇങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് ഇറങ്ങി വീട്ടിൽ പോകാൻ വേണ്ടി ഹെൽമെറ്റൊക്കെ ഇട്ടു. റോഡ് വിജനമാണെന്ന് വിചാരിച്ചിരുന്നപ്പോൾ കുറേ വണ്ടി വന്നു. അപ്പം നേരെ വീട്ടിലേക്ക് എത്തി. ഇനി ഫ്രണ്ട് ക്യാമറയിൽ ഷോ, ബാക്ക് ക്യാമറയിൽ ഷോ, പല ആംഗിളിൽ ഷോ. ഇതാണ് സ്പാ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ മുടി. എൻ്റെ ക്യാമറയുടെയാണ് ഇതുപോലെ ഫൈബറായിട്ട് കിടക്കുന്നത്, അല്ലാണ്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടം ലൈക്ക് ചെയ്യുക. അപ്പോൾ ഹാപ്പി ആണോ? ഓക്കെ, ബൈ.